എങ്ങനെയാണ് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് എപ്പോഴും മനസ്സിൽ ഓർമ്മ വന്ന കാര്യം? ആദ്യത്തെ ഇറ്റ് ഈസ് ഓൾവേസ് എ സദ്യ. എനിക്ക് സാരി വളരെ ഇഷ്ടമാണ്. ഭക്ഷണം തന്നെ നോ ഡൗട്ട് പായസം. ഈ ഓണദിനത്തിൽ നമുക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ഒരു നിയമപാലകയാണ്. എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഐശ്വര്യ ഡോങ്റെ. മാം, സ്വാഗതം. താങ്ക് യു. ഓണം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് എത്രാമത്തെ ഓണമാണ്? ഈ എൻ്റെ രണ്ടാമത്തെ ഓണമാണ്. പിന്നെ കഴിഞ്ഞ വർഷം കോവിഡ് കാലങ്ങളിൽ നമുക്ക് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കാലങ്ങളിലേക്ക് ഓൾസോ ഓൾമോസ്റ്റ് സെയിം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബട്ട് സെക്കൻഡ് ഓണമാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ നന്നായിട്ട് ശരിക്കും ഓണത്തിന്റെ എല്ലാ ഒരു സന്തോഷവും കണ്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? അതെ അതെ, ബിക്കോസ് എൻറ്റയർ പ്രൊസീജിയർ നമുക്ക് കോവിഡ് കാലങ്ങളിലേക്ക് മാത്രം ഉണ്ടായിരുന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി ബെറ്റർ നെക്സ്റ്റ് ഓണം നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ എൻറ്റയർ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഹോപ്പ്ഫുള്ളി ബൈ നെക്സ്റ്റ് ഓണം കുറച്ച് റെഡ്യൂസ് ആവും. ഈ മുംബൈയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ അക്കാലത്തൊക്കെ ഓണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തെക്കുറിച്ച് ഉറപ്പായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കേരളൈറ്റ്സ് ആണ്. സോ ആഘോഷം ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത്ര വലുത് രീതിയിൽ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് എപ്പോഴും മനസ്സിൽ ഓർമ്മ വന്ന കാര്യം? ആദ്യത്തെ ഇറ്റ് ഈസ് ഓൾവേസ് എ സദ്യ. ബിക്കോസ് ഈ എൻറ്റയർ സ്പ്രെഡ് ഓഫ് ഫുഡ് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു സയൻറ്റിഫിക് ആണ്. എനിക്ക് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി സയൻറ്റിഫിക് തിങ്. പിന്നെ എസ്പെഷ്യലി നമ്മളെ ഏരിയയിൽ ദിവാലി വളരെ രീതിയിൽ ആഘോഷിക്കും. സോ ഇവിടെ ഓണം ഓൾസോ ലൈക്ക് ഫാമിലീസ്, ഫ്രണ്ട്സ് എല്ലാം അക്യൂമുലേറ്റ് ആയിട്ട് ദേ സ്പ്രെഡ്. സോ ദാറ്റ് ഈസ് ഐ തിങ്ക് എ സോഴ്സ് ഓഫ് ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഈ കേരള സാരിയും കേരള വേഷവും ഒക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു സാരി എടുത്തൊരു ഫോട്ടോ കണ്ടിരുന്നു, ഒരു റെഡ് ബോർഡർ ഒക്കെ സാരി ഉള്ള. എപ്പോഴും ഐശ്വര്യ ഡോക്ടർ എന്ന് ഗൂഗിളിൽ അടിക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു ഫോട്ടോ അത് തന്നെയാണ്. കഴിഞ്ഞ ഓണത്തിനുള്ളതാണ്. കഴിഞ്ഞ ഓണം തന്നെയാണ്. എങ്ങനെയാണ് ഈ ജോലി തിരക്കിൽ പ്രത്യേകതയുള്ള ഒരു ജോലി കൂടിയാണ്, നമുക്ക് അധികം ഫ്രീ ആക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ വളരെ ചെറിയൊരു സമയത്താണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലും. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ഇത്തരം ആഘോഷങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുന്നത്? യൂഷ്വലി ഈ നമ്മൾ മെയിൻ ടൈമാണ്, ബിക്കോസ് എല്ലാവർക്കും പുറത്താണ് ആൻഡ് ഫാമിലീസിൽ നോക്കുന്നുണ്ട്. എൻറ്റയർ പോലീസ് ഫോഴ്സ് ഈ സമയത്തേക്ക് ആബ്സല്യൂട്ട്ലി വിജിലൻറ്റ് ആൻഡ് അലേർട്ടാണ്. സോ ദിസ് ഈസ് ദ ടൈം വെൻ വി ആർ ദ മോസ്റ്റ് അലേർട്ട്. ബിക്കോസ് ഇവിടെ ഈ സമയത്തിൽ ചെറുത് ഇഷ്യൂസ് ഓൾസോ ക്യാൻ ഡാംപൻ ഫെസ്റ്റീവ് സ്പിരിറ്റ്. സോ സ്മോൾ മൊമെൻറ്റ്സ് നമുക്ക് ചെറിഷ് ചെയ്യുന്നുണ്ട്. പോലീസ് ഫോഴ്സ് ഒരുമിച്ച് ജസ്റ്റ് ഒരു പായസം കുടിച്ചിട്ടാൽ മാത്രം വി ആർ ഹാപ്പി. സോ വി ടേക്ക് സ്മോൾ ഓപ്പർച്യൂണിറ്റീസ് ടു സെലിബ്രേറ്റ് ഓണം ടുഗെദർ വിത്ത് അവർ ഫോഴ്സ് ആസ് വെൽ. IAS കാരിയാകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, അങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. പക്ഷേ IPS ആണ് കിട്ടിയത്. ഒരു പോലീസുകാരിയാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ എൻ്റെ എല്ലാ സമയത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ടു സെർവ് ദ പബ്ലിക് ആൻഡ് ടു വർക്ക് ഫോർ ദ നേഷൻ ആസ് എ ഹോൾ. സോ ഞാൻ സിവിൽ സർവീസ് എൻ്റെ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ കോളേജ് ഞാൻ എടുത്തു. സോ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റേക്ക് ഞാൻ ക്ലിയർ ചെയ്തു. സെർവിങ് ദ പീപ്പിൾ, ഏത് സർവീസ് ഉണ്ടാവും, IAS ഉണ്ട്, IPS ഉണ്ട്, വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ടു സെർവ് ദ പീപ്പിൾ. IASത്തേക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു സെർവ് പീപ്പിൾ. IPSത്തേക്ക് ഓൾസോ ആംപിൾ എമൗണ്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഇത് പോലീസ് സർവീസത്തേക്ക് ഇത് ബെസ്റ്റ് ഇതാണ് ദാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റും, physically, mentally, emotionally, and each challenges actually help people at the end of the day. So it is a very fulfilling job. അപ്പോൾ ഈ പോലീസ് ജോബ് സെലക്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വീട്ടിൽ നിന്ന് നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോ, ആക്ച്വലി എൻ്റെ ഫാമിലിയിലേക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ ഹെഡ് സ്ട്രോങ് ആണ്.
എനിക്ക് once I take something, I will give it my honesty, sincerity and hard work. So IPS കിട്ടാൻ വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് 10.5 hours പഠിച്ചു. And when I got IPS, they knew it was out of hard work. So whatever I get, I think family was very supportive. എങ്ങനെ ഒരു ശംഖുമുഖത്തായിരുന്നു തുടക്കം, തിരുവനന്തപുരത്തായിരുന്നു തുടക്കം. കേരളത്തിലേക്ക് ആദ്യം വന്നപ്പോൾ മലയാളം ഭാഷയാണ് എല്ലാവരും വരുന്നവരൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ആശങ്കയുണ്ടായിരുന്നോ, എങ്ങനെ ഞാൻ ഇവിടെ ചെന്ന് വർക്ക് ചെയ്യുന്നു? ഉറപ്പായിട്ടും ഉണ്ടാവും. ബിക്കോസ് ഇപ്പം തന്നെ ഓൾസോ ലാംഗ്വേജ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ് ഉണ്ട്. എനിക്ക് ഇത് ഉറപ്പായിട്ട് പറയാൻ പറ്റിയില്ല. ബട്ട് എഫേർട്സ് ഉണ്ട്. ഒബ്വിയസ്ലി ഞാൻ മലയാളം സിനിമ ഒബ്വിയസ്ലി കാണാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ സബ് ടൈറ്റിൽസ് മാത്രം നോക്കുന്നുണ്ട്. ബട്ട് പിന്നെ ഞാൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പരാതികൾ ആൾക്കാരത്തേക്ക് മാക്സിമം ആയിട്ട് മലയാളത്തേക്ക് സംസാരിച്ചിട്ട് ഐ എം ട്രൈങ് ടു ലേൺ ദ ലാംഗ്വേജ്. എപ്പോഴെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ഇത് പ്രകാരത്തെ ഇത്ര ഞാൻ ചിന്തിച്ചിട്ടില്ല. ബട്ട് എനിക്ക് ഡാൻസ് കാണാൻ വേണ്ടി ഇഷ്ടമാണ്, എസ്പെഷ്യലി ഭരതനാട്യം. സോ ഇത് തന്നെ ഞാൻ കുറച്ചുകൂടി പ്രോഗ്രാംസ് ഉണ്ടാവും, ഞാൻ കാണാൻ വേണ്ടി ഉറപ്പായിട്ട് പോകും. പാട്ട് പാടുമോ? അല്ലല്ലോ, ഞാൻ പാട്ട് പാടി. വീട്ടിൽ ആരൊക്കെയുണ്ട്? അതൊക്കെ വിശേഷങ്ങളൊക്കെ പറയും, വീട്ടിലെ വിശേഷങ്ങളെല്ലാം. എൻ്റെ അച്ഛനുണ്ട്, അമ്മ ഉണ്ട് ആൻഡ് അനിയത്തി ഉണ്ട്. സോ അമ്മ ഒരു ടീച്ചറാണ് ആൻഡ് അനിയത്തി ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് കൂട്ടി? വന്നിട്ടുണ്ട്. ബട്ട് എൻ്റയർ ലോക്ക്ഡൗൺ സമയം വന്നു. സോ കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി വെനെവർ തിങ്സ് ഗെറ്റ് ബെറ്റർ ദേ വിൽ കം ബാക്ക് അഗൈൻ. എങ്ങനെയാണ് ഈ കേരളത്തിൽ വന്നിട്ട് ഏറ്റവും ഇവിടുത്തെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഐ തിങ്ക് ആൾക്കാരാണ് ബേസിക്കലി. ബിക്കോസ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ദേ കീപ് യു ഓൺ യുവർ ടോസ്. ഒരു റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒരു ബാലൻസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. സോ ദാറ്റ് ഈസ് ഗുഡ്. ആൻഡ് എസ്പെഷ്യലി ഒരു ഓഫീസർ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ്, അപ്രീസിയേഷൻ രണ്ട് രീതിയിൽ കിട്ടും. സോ ഐ തിങ്ക് പീപ്പിൾ ആർ ദ ബെസ്റ്റ് വിത്ത് റിഗാർഡ് ടു കീപ്പിംഗ് യു ഓൾവേസ് ഇംപ്രൂവിങ്. ആൻഡ് പിന്നെ ഓൾസോ ഇവിടത്തേക്ക് കൾച്ചർ, എസ്പെഷ്യലി ഇപ്പോൾ ഇന്ന് ഓണമാണ്, ഇവിടത്തേക്ക് അപ്രീസിയേഷൻ ഫോർ കൾച്ചറൽ ആർട്ട്, മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, തിയേറ്റർ, എല്ലാ വീടുകളിലേക്ക് ദർ ഹാസ് ടു ബി സം അപ്രീസിയേഷൻ ഫോർ ആർട്ട്. നമുക്ക് ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ട് തന്നെ. സോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ആസ് വെൽ. ഈ എന്തെങ്കിലും രീതിയിൽ ഒരു നമുക്കൊരു കമ്പാരിസൺ കഴിയില്ല. മുംബൈ പോലുള്ള വലിയൊരു മഹാനഗരത്തിൽ ജനിച്ചു വളർന്ന മാമിനെ പോലെ ഒരാൾക്ക് കൊച്ചിയോട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ, കേരളത്തിലേക്ക് എത്തിയപ്പോൾ മുംബൈയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ്? ഒബ്വിയസ്ലി ബിക്കോസ് ഈ എൻ്റെ നാടാണ്. സോ ഒബ്വിയസ്ലി ഇവിടെ പേസ് ഓഫ് ലൈഫ് ഓൾസോ ഫാസ്റ്റാണ്. ആൻഡ് ഇവിടെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. സോ ഒബ്വിയസ്ലി മിസ് ചെയ്യും. ബട്ട് ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബിസി സ്കെഡ്യൂൾ കാരണം നമുക്ക് ഇത്ര മിസ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നില്ല. സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര മിസ് ചെയ്തു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിയിൽ ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ആസ് കമ്പയർഡ് ടു സേ ഇത്ര വോട്ട് യു സേ ചാട്ട് ഉണ്ട്, പിന്നെ വടാപാവ് ഉണ്ട്. ഐ ഫൗണ്ട് മൈ ജോയിൻറ്റ്സ് ഇൻ കൊച്ചി ആസ് വെൽ. സോ മാനേജിങ് ഓവർ ഹിയർ ആസ് വെൽ. ഈ പോലീസ് വേഷമൊക്കെ മാറ്റി വെച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും അറിയാറുണ്ടോ, തിരിച്ചറിയാറുണ്ടോ? ഇല്ല, ഇത് പ്രകാരത്തില്ല. അത് വലിയ ഗുണം ചെയ്യാറുണ്ടല്ലോ. എങ്ങനെയാണ് കൂടുതൽ ഈ സബോർഡിനേറ്റ്സിനോട് വളരെ കർക്കശമായിട്ടുള്ള ഒരു ഓഫീസർ ആണോ ഐശ്വര്യ ഡോംഗ്രെ? എൻ്റെ ഒപ്പീനിയൻ ആണ് ഒരു ബാലൻസ്ഡ് ഓഫീസർ വേണം. ഈ ഓഫീസേഴ്സ് കൂടെ ഓൾസോ നല്ല രീതിയിലേക്ക് സംസാരിക്കാൻ പറ്റും. ആൻഡ് സപ്പോസ് ബിക്കോസ് നമ്മൾ യൂണിഫോം ഫോഴ്സ് ആണ്. സോ ഒരു ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. സോ ഐ ഫീൽ ഒരു ഓഫീസറുടെ ബെസ്റ്റ് ക്വാളിറ്റി ഇതാണ്, യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ബാലൻസ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, കോമ്പാഷൻ വേണം, പിന്നെ ഓൺ ദി അതർ സൈഡ് ഡിസിപ്ലിൻ ഓൾസോ വളരെ അത്യാവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലായ ഒരു സമയം എപ്പോഴായിരുന്നു? ഈ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഏറ്റവും കൂടുതൽ പ്രഷർ വന്നു പോയ ഒരു നിമിഷം, എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ തോന്നിയ ഒരു സമയം? ഇത് ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് പറയാൻ പറ്റിയില്ല. ബട്ട് എസ്പെഷ്യലി കോവിഡ് കാലങ്ങൾ സ്റ്റാർട്ടായതിനു ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജനങ്ങൾ what you say, they expect a lot from us. പിന്നെ നമ്മൾ റിസ്ട്രിക്ഷൻസ് ഓൾസോ ഇത്ര ഉണ്ട്. വേറെ പല രീതിയിൽ സ്മോൾ ഇൻസിഡൻസ്
ഒബ്വിയസ്ലി ഒരു ലേണിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് പറയാൻ പറ്റില്ല कि I thought about my job again, but ഒരു നല്ല രീതിയിൽ ചാലഞ്ച് ഉണ്ടായിരുന്നു, that I can obviously say. എടുത്തു പറയേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു നിർത്താൻ വന്ന പൂന്തുറയിലെ കാര്യമാണ്. ഒരു പ്രായം എന്ന് പറയുമ്പോൾ ഒരു 25 ഒക്കെ ആയിരുന്നു തോന്നുന്നു ആ സമയത്ത്. എങ്ങനെയാണ് അത്രയും വലിയൊരു ഇഷ്യൂ ആകാമായിരുന്നു പൂന്തുറയിലെ പ്രശ്നം, എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു കോവിഡ് സമയത്ത്? ആക്ച്വലി ഈ സമയത്ത് തന്നെ ജനങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു, എന്ത് കാരണം പുറത്ത് റോഡത്തേക്ക് വന്നു, ഇത് മനസ്സിലാക്കാൻ വേണ്ടി വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ടു അണ്ടർസ്റ്റാൻഡ് കി അവർക്ക് ബേസിക് ഇഷ്യൂസ് എന്ത് ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി കോവിഡ് കാലങ്ങളത്തേക്ക് കൂടുതൽ ആൾക്കാരുടെ ബുദ്ധിമുട്ട് വേറെ രീതിയിൽ ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് അവർക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടി വാസ് the first point of good success. രണ്ടാമത്തെ entire team effort. So ഈ ഇഷ്യൂ തുടങ്ങിയതിന് മുമ്പ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൻറ്റയർ കമ്മ്യൂണിറ്റിത്തേക്ക് ഇൻറ്ററാക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് സ്ത്രീകളുടെയൊക്കെ ഞാൻ നേരത്തെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോവിഡ് സമയത്തിന് ഫുഡ് കിറ്റ്സ്, പിന്നെ ഡയറക്റ്റ് ആയിട്ട് മൈഗ്രൻറ്റ് ലേബറേഴ്സ് ഇൻറ്ററാക്ഷൻ നമുക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി ഓഫീസേഴ്സൊക്കെ ഇത്ര കോൺഫിഡൻസ് ഉണ്ട് കി officer will be able to manage. And മൂന്നാമത് and most important എൻ്റെ team effort. എൻ്റെ entire staff ഒരു strong pillar ആയിട്ട് was available. So ഇത് 3 factors ആണ് which actually contributed in helping the situation. ഈ ഹാർട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാനായി നടത്തിയ ശ്രമങ്ങളും അതുപോലെ തന്നെയാണോ? ഈ ആക്ച്വലി ഹാർട്ട് റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് മൂവ്മെൻറ്റ് തന്നെ ആരൊക്കെ ഹൃദയം ഉണ്ടായിരുന്നു, ആരൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഒന്നും ഇൻഫർമേഷൻ ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ മെയിൻ പ്രധാനപ്പെട്ട ജോലി എന്താണ്, ടു ഇൻഷുർ സേവിങ് എ ലൈഫ്. ആൻഡ് ഐ തിങ്ക് ഇത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ നല്ല ടീം എഫേർട്ട് പോലെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. 2019 കയറുന്നത്. പിന്നെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു കുറച്ച് കാലങ്ങളാണ്. അതായത് കോവിഡ് 2020 സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ ഒട്ടും സമയം ഫ്രീ ആയിട്ട് കിട്ടാത്തൊരു സമയമാണല്ലേ. എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോയത്? ഒരു ജോലിയുടെ തുടക്കകാലം കൂടിയാണത്. അതെ. സോ ആക്ച്വലി ഞാൻ ജോലി ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് സബ് ഡിവിഷൻ ACP ശംഖുമുഖം അതിന് ശേഷം ഓൾമോസ്റ്റ് വിതിൻ 5 to 6 months കോവിഡ് സ്റ്റാർട്ടായി. ബട്ട് ഇത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ലൈക്ക് ത്രോൺ ഇൻ ദ മിഡിൽ ഓഫ് വാർ ആൻഡ് ആസ്ക്ഡ് ടു ഫൈറ്റ് ഇറ്റ്. സോ ഐ ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ് कि इतने challenges इतने early career കിട്ടിയിട്ടുണ്ട്. So mistakes, successes, failures, seen all of it on the way. ഈ ഇനിയുള്ള കാലങ്ങളിൽ എന്തരം രീതിയിലുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മനസ്സ് ഈ ഒരു കുറച്ച് കാലം കൊണ്ട് പാകപ്പെടുത്തിയെടുത്തോ? എൻ്റെ മെയിൻ ആണ് कि എസ്പെഷ്യലി കൊച്ചി സിറ്റി തന്നെ ഡ്രഗ്സ് റിലേറ്റഡ് ഇഷ്യൂ, ബിക്കോസ് ഇത് തന്നെ ഇറ്റ് ഡസൻറ്റ് ഓൺലി അഫക്റ്റ് the child, it does not affect only the person, ഒരു societal issue ആണ്. So drugs consume, contraband articles consume ചെയ്തിട്ട് വേറെ crime activity start ആവും. So നമുക്ക് issue at the bud only nip ചെയ്യാൻ പറ്റും, ഇത് നല്ലതാണ്. ആൻഡ് ഇത് കൂടാതെ സ്ത്രീകൾ സുരക്ഷ വേണ്ടി ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ എൻ്റയർ കൊച്ചി സിറ്റി ടീം ഹെഡഡ് ബൈ ആർ കമ്മീഷണർ സർ സ്ത്രീകൾ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ദീസ് 2 കേസസ്. എന്തായാലും ഈ DGP ആയി വിരമിച്ച ലോക്നാഥ് ബെഹ്റ സാർ പോകുന്നിടത്ത് കണ്ണീരോടെയാണ് പോയത്. കേരളത്തിൽ നിന്ന് പോകാൻ വിഷമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ മെട്രോ MD ആയിട്ട് അദ്ദേഹത്തിന് വീണ്ടും തുടരാൻ സാധിച്ചു. അപ്പോൾ ഈ വളരെ നേരത്തെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാം, എങ്കിൽ പോലും ഈ 2 വർഷക്കാലം കൊണ്ട് ഒരു മലയാളിയായി മാറാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് ലൈക്ക് ഐ തിങ്ക് സർ ഒരു നല്ല ടെന്യൂർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. സാറുടെ കോൺട്രിബ്യൂഷൻ പല രീതിയിലും ഉണ്ടായിരുന്നു. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സാറിലേക്ക് കൂടുതൽ ലേണിംഗ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് ടു ടേക്ക് ദോസ് കൈൻഡ് ഓഫ് പോയിൻറ്റ്സ്, എസ്പെഷ്യലി സാറുടെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി. I hope to include that and hopefully career കേരളത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി കേരളത്തിൽ തുടരാൻ തന്നെയാണോ അതോ പെട്ടെന്ന് കാലത്ത് ഞങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് പോവുമോ? നോ ഇത് തന്നെ ഒന്നും തീരുമാനം ഞാൻ അയച്ചിട്ടില്ല. ഇനി സ്വന്തം നാട്ടിൽ ജോലി ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ ജോലി ചെയ്യണം എന്ന് എന്തായാലും ഒബ്വിയസ്ലി ആഗ്രഹം ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഡെപ്യൂട്ടേഷൻ തന്നെ
or വേറെ ഓർഗനൈസേഷൻ ജോയിൻ ചെയ്തിട്ട് സ്മോൾ ടെന്യൂർ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ബട്ട് ഒബ്വിയസ്ലി എനിക്ക് കേരള നല്ല സ്റ്റേറ്റ് ആണ്. സോ ഐ ഹോപ്പ് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ആസ് വെൽ. ഒരുപാട് നമ്മൾ ഔദ്യോഗികമായ കാര്യങ്ങൾ ചോദിച്ചു, ഓണത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്താണ് വീട്ടിൽ ശരിക്കും ഒരു ഓമന കുട്ടിയാണോ അതെയോ ഇതുപോലെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണോ? ഞാൻ വീട്ടിൽ തന്നെ ഒരു പ്രൊഡ്യൂസ് ഒരു ഒബീഡിയൻറ്റ് ആൻഡ് മെച്ചുവേർഡ് ഡോട്ടറാണ്. ഹോബീസ് എന്തൊക്കെയാണ് ഈ ഒഴിവ് സമയങ്ങളിൽ? ഈ പോലീസ് വേഷം എല്ലാം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമായുള്ള ചെയ്യാൻ താല്പര്യമുള്ള ഹോബീസ്? ഞാൻ എല്ലാ രാത്രി എൻ്റെ ഒരു റിമൈൻഡറാണ് ദറ്റ് ബിഫോർ സ്ലീപ്പിംഗ് ഹാഫ് ആൻ അവർ no looking at the mobile phone, so ताकि no digital and continue social media തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ആഗ്രഹമാണ്. സോ 30 minutes ബിഫോർ ഞാൻ എല്ലാ രാത്രി റീഡിങ് ചെയ്യുന്നുണ്ട്. സോ ഇത് കാരണം എനിക്ക് റീഡിങ് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് ഐ തിങ്ക് റീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നോളജ് എൻഹാൻസ് ചെയ്യും. ഇത് കൂടെ ഞാൻ റീസെർച്ച് പേപ്പേഴ്സ് ഉറപ്പായിട്ട് നോട്ട് ഡൗൺ ചെയ്യും. റിസർച്ച് ഇൻ വേരിയസ് ടോപ്പിക്സ്. ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ ഓൾമോസ്റ്റ് 2-3 റിസർച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. സോ എനിക്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്പോർട്സിൽ ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ടു പ്ലേ ബാഡ്മിൻ്റൺ. ഞാൻ എല്ലാ രാത്രി ബാഡ്മിൻ്റൺ ഉറപ്പായിട്ട് കളിക്കും. ആൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് മേ ബി 3-4 kilometers മിനിമം റണ്ണിങ് ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, സഹോദരിയാണോ ഈ ബാഡ്മിൻ്റനൊക്കെ? അല്ല, എൻ്റെ സ്മോൾ ടീമുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് കളിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിട്ടിട്ടൊരു ജീവിതം ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരു ഓഫീസറിന് സാധിക്കുമോ? സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നിന്നിട്ടൊരു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെപ്പറേറ്റ് ആൻഡ് ബാലൻസ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്, ഇത് സെപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഒരു ഡീസൻറ്റ് രീതിയിൽ വിതൗട്ട് കോസിങ് മച്ച് ഇഷ്യൂ ഒരു പേഴ്സണൽ പ്രൊഫഷണൽ ബാലൻസ് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്നും കുഴപ്പമില്ല. പോലീസ് വേഷം വിട്ട് കഴിഞ്ഞാൽ ധരിക്കാൻ ഇഷ്ടമുള്ള വേഷം എന്താണ്? എനിക്ക് സാരി വളരെ ഇഷ്ടമാണ്. ഭക്ഷണം തന്നെ ഇപ്പോൾ ഐ തിങ്ക് കോണ്ടിനെൻ്റൽ ഒബ്വിയസ്ലി വളരെ ഇഷ്ടമാണ്. ആൻഡ് കോണ്ടിനെൻ്റലിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഇറ്റാലിയൻ റിലേറ്റഡ് ഫുഡ് വളരെ ഇഷ്ടമാണ്. കേരള ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? നോ ഡൗട്ട് പായസം. ലൈക്ക് ഐ തിങ്ക് എനിക്ക് എല്ലാ ദിവസത്തേക്ക് പായസം ഓൾസോ കൊടുത്തിട്ട് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഹാവ്. സോ പായസം നമ്പർ 1. നമ്പർ 2 ഈസ് അപ്പം ആൻഡ് വെജ് സ്റ്റൂ കറി. സോ ഐ റിയലി ലൈക്ക് ദാറ്റ്. വളരെ ചെറുപ്രായത്തിൽ ഈ ഓഫീസറായി വന്നു, ഇത്ര വലിയൊരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഒരാളാണ്. ശരിക്കും ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് മുഴുവൻ വലിയൊരു മെസ്സേജാണ്, മാതൃകയാണ്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് ഫൈനലായിട്ട്? ഈ എൻ്റെ മെയിൻ മെസ്സേജ് എസ്പെഷ്യലി ഈ പുതിയ യൂത്ത് തന്നെ ഇതാണ്, ദാറ്റ് ഓൾവേസ് റിമെമ്പർ ഹാർഡ് വർക്ക് ആൻഡ് സിൻസിയറിറ്റി ഈസ് ദ കീ ടു സക്സസ്. ഒരു ഓണസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ for everything, honest ആയിട്ട് ജോലി ചെയ്ത് will always keep you happy. എൻ്റെ ഒരു ഐ ബിലീവ് ദാറ്റ് നമ്മൾ രാത്രി സമയം ഒരു കോൺഷ്യൻസ് ക്ലിയർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. ദിസ് ഈസ് പോസിബിൾ വെൻ എവറിഥിങ് അറൗണ്ട് യു ഈസ് വെരി ഗുഡ് ആൻഡ് വെൻ യുവർ ഹാർട്ട് ഈസ് ക്ലിയർ. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. പിന്നെ മൂന്നാമത്തെ നമുക്ക് എത്ര സക്സസ് കിട്ടും, ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഇത് എൻറ്റയർ ലേണിംഗ് പ്രൊസീജിയറാണ്. സോ ഹ്യൂമിലിറ്റി, നമ്മൾ എല്ലാ ടൈമിലും ഗ്രൗണ്ട്സ് നമുക്ക് എവിടത്തേക്ക് വന്നു ആദ്യത്തെ, ദാറ്റ് യു ഷുഡ് ഓൾവേസ് നോ. ആൻഡ് ലാസ്റ്റ് ഈസ് നമുക്ക് ഇപ്പോൾ കറണ്ട് യൂത്ത് ജനറേഷൻ സോഷ്യൽ മീഡിയ ജനറേഷനാണ്. സോ വി ഹാവ് ഓൾവേസ് സീൻ എവറിഥിങ് ഓൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയത്തേക്ക് പെർമനൻ്റ് ഉണ്ട്, ബട്ട് മോസ്റ്റ്ലി എവറിഥിങ് ഈസ് ടെമ്പററി. ഇത് തന്നെ കൂടുതൽ കഷ്ടമാക്കിയിട്ട് മാത്രം ഒരു നല്ല പോസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ സോഷ്യൽ മീഡിയ വേൾഡ് ഈസ് നോട്ട് ഓൾവേസ് ദ റിയൽ വേൾഡ്. ഫ്രണ്ട്സ്, ഫാമിലിത്തേക്ക് നല്ല രീതി തന്നെ യു ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി, ഫ്രണ്ട്സ്. ആൻഡ് at the end always remember that sky is not just the limit. You can soar high.
So I really hope that the youth everywhere understand the importance of hard work, sincerity and honesty. So ഇതാണ് മെസ്സേജ് ഫോർ എവറിബഡി. നമുക്ക് ഏത് കരിയർ ചൂസ് ചെയ്യും, നോ പ്രോബ്ലം. ദി ഐഡിയ ഈസ് പാഷൻ, കമ്പാഷൻ ആൻഡ് ഹ്യൂമിലിറ്റി. ഈ ഓണക്കാലത്ത് എന്താണ് മലയാളികൾക്ക് നൽകാനുള്ള ഒരു ഓണസമ്മാനം അല്ലെങ്കിൽ ഓണസന്ദേശം? എല്ലാ വ്യൂവേഴ്സ് തന്നെ ഈ കാലത്ത് തന്നെ ഐ ഹോപ്പ് യു ഹാവ് എ വെരി ഗുഡ് ഓണം ആൻഡ് എല്ലാവർക്കും ഒരു മനഃപൂർവ്വക ഓണം ആശംസകൾ. ഈ സമയത്ത് തന്നെ ഐ അണ്ടർസ്റ്റാൻഡ് നമ്മൾ യൂഷ്വലായിട്ട് ആഘോഷം ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഓഫ് കോവിഡ്. ബട്ട് ഐ ഹോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിച്ചിട്ട് ഒരു ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി നമുക്ക് സ്പ്രെഡ് ആയിട്ട് ഒരു സേഫ് ഓണം എവറിബഡി ഷുഡ് സെലിബ്രേറ്റ്. വളരെയധികം സന്തോഷം. വിഷ്വൽ മീഡിയയ്ക്കുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് മീഡിയ വണ്ണ് തന്നതിൽ വലിയധികം സന്തോഷം. ഈ വലിയൊരു ഓണാശംസയും നേരുന്നു. ഇനിയുള്ള വരുന്ന കാലങ്ങളെല്ലാം വലിയ വിജയത്തിലേക്ക് ആകട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു.